കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആത്മാവ് ഭജിക്കുന്നതെപ്രകാരമെന്നാകിൽ ആത്മനെ തഥാ തത്വസൂക്ഷ്മത്തെ ദർശിക്കുന്നു. വിഷയങ്ങളെ സ്മരിച്ചിടുന്ന ചിത്തം സദാ വിഷയങ്ങളിൽ തന്നെ യോജിച്ചിടുന്നു നൂനം. എന്നെ ധ്യാനിക്കും ചിത്തം എങ്കൽ ചേർന്നിടുന്നിതു നിർണയമതിനാലേ അസത്താം ധ്യാനമെല്ലാം സ്വപ്നസന്നിഭമെന്നു തള്ളി മാനസമെങ്കിൽ എപ്പോഴും മദ്ഭാവിത ഭാവത്തോടിരിക്കണം. സ്ത്രീ സംഘം തത്സംഗിനാം സംഘവും ത്വക്വാ ദൂരേ തോഷമാനസയുധ വിവിക്താസനായി. മടികൂടാതെ എന്നെ ചിന്തിച്ചിടിനാൽ അവനുടനെ നശിച്ചിടും ക്ലേശബന്ധാദികളും. സർവദാ മനോഹരിയായൊരു നാരിയോടും യൗവണ്ണം പുമാൻ വസിച്ചൈക്യമായി വാഴും പോലെ സത്സംഗം ചെയ്തിടണം ഉത്തമ ജനമേറ്റം. ഉത്സാഹത്തോടുമെന്നതറിക വേണമിടും, ഉത്സാഹത്തോടുമെന്നതറിക വേണമിടും. ശ്രേയസ്സു പല വകയെങ്കിലും ഭക്തി തന്നെ ശ്രേയസ്സാകുന്നതെന്നു ധരിച്ചിടുത്തവാ നീ. ഇത്തരം കൃഷ്ണൻ അരുൾ ചെയ്തു കേട്ടതുദ്ധവനും പ്രസ്തുത ധ്യാന മാർഗം 9 ചോദ്യം ചെയ്തു. അരവിന്ദാക്ഷ, നിന്നെ എങ്ങനെ മുമുക്ഷുക്കൾ പരമാനന്ദ ഭക്ത്യാ ധ്യാനിക്കുന്നതും വിഭൂ. ഇത്തമുത്തവർ ചോദിച്ചിടിനൂരനന്തരം സത്വരം ഭഗവാനും ധ്യാനയോഗത്തെ ചൊന്നാൻ. സമമായുള്ളാസനെ സമകായനായിരുന്ന മലഹൃദയന സുഖമാകുന്ന വണ്ണം ഹസ്തങ്ങൾ 2 മുത്സംഗത്തിങ്കൽ വച്ചു നാസാഗ്രത്തിൽ ഈക്ഷണനായി പ്രാണന്റെ മാർഗത്തെയും പൂരകം കുംഭകരേചക വായുക്കൾ കൊണ്ടും പരാതെ വിപര്യം കൊണ്ടും ശോധയെ നിത്യം മെല്ലവേ അഭ്യസിച്ചു.
വിജിതേന്ദ്രിയനായിട്ടല്ലെന്നിയേ കൃതിമണിനാദമായുള്ള പ്രണവസ്വരത്തെയും താമര നൂലുപൂലേ പ്രാണനെ കൊണ്ട് പ്രവേശിപ്പിച്ചു ചൊല്ലിപ്പിന്നെ പ്രണവയുക്തമായ പ്രാണായാമത്തെയേവം വിനയത്തോട് 10 സംഖ്യ ശീലിച്ചു നിത്യം ഒരു മാസത്തിലകമിങ്ങനെ അഭ്യസിച്ചു വിരവിൽ പ്രാണവായു തന്നെയും ജിതനായി പത്മധ്യാനസ്ഥമായി ഊർധനാളമായി മുഖം കീഴ്പോട്ടായും നിദ്രമായി അഷ്ടപത്രമായുള്ള പത്മത്തെ ഊർധമുഖമായി ധ്യാനിച്ചതിൻ മധ്യേ പത്മകർണിക തന്നിൽ രവിചന്ദ്രാഗ്നികളെ സ്മരിച്ചിട്ടഗ്നി മധ്യത്തിങ്കൽ എന്നുടെ രൂപം സ്മരിച്ചിടേണമതോ ധ്യാനമംഗലം കേൾക്കാം. പ്രസന്നം സമം ശാന്തമിന്ദു സന്നിഭം മുഖം സ്മിതചന്ദ്രികാപ്രഭം സുന്ദരം സുഖപോലം ശങ്കരാജിതകളം മീനകുണ്ടലപ്രഭം ശംഖചക്രാബ്ജാഗദാശോഭിത ചതുർഭുജം ശ്രീവത്സ ശ്രീസമേതം കൗസ്തുഭവനമാലാശോഭിതമുരസ്ഥലം ഘനശ്യാമളവർണം കടകകടിസൂത്രവലയാംഗദീരുതം കടിപീതവാസം ശോഭിതം മനോഹരം ചരണപത്മയുഗീ നൂപുരൈരലം കൃതം പരമാനന്ദം കിരീടാദ്യാലം കൃതരൂപം പാദാദികേശാന്തവും കേശാദിപാദാന്തവും ചേതസി വിചാരിച്ചിട്ടേവം ധ്യാനിച്ചിടേണം. ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്നിന്ദ്രിയങ്ങളെ തിരിച്ചുന്നത മനസ്സാഭിമാനം ജയിച്ചുടൻ സാരഥിയായ ബുദ്ധ്യാ നയിച്ചിടണമെങ്കിൽ ധീരനായി സർവകാലം സർവവ്യാപകമായ ചിത്തത്തെ ജയിച്ചൊരിടത്തു നിർത്തിയിട വേണം. നിത്യവും മറ്റൊന്നുമേ ചിന്തിച്ചിടരുതല്ലോ. പിന്നെയും സുസ്മിതമാം എന്നുടെ മുഖപത്മം നന്നായിട്ട് അന്തർഭാഗേ ഭാവിച്ചു തച്ചിത്തത്തെ അമ്പരത്തിങ്കലാക്കിയിട്ടതിനെ ത്വക്യാമമ നിർമ്മല രൂപയിലേക്കൊന്നും ചിന്തിയാതെ ഏവമാത്മാനമാത്മന്യേവ സന്തൃഷ്ടാ സമഭാവേന സമാഹിതമായെങ്കിൽ സർവകാലം യോഗികൾ മാനസവും തീവ്രമാം ധ്യാനം കൊണ്ടു യോഗദർശനം ജ്യോതിർമയമേകാത്മരൂപം നിർവാണപദം പ്രാപിച്ചിടുന്നു മഹാമതേ. നിത്യമല്ലാതെ ദ്രവ്യ വസ്തുഭേദങ്ങളാലും വ്യക്തമാം കർമ്മമാർഗഭേദജ്ഞാനത്തിനാലും സത്തുചിത്താനന്ദമാം മുക്തി സിദ്ധിക്കയില്ല. മുക്തി ലക്ഷ്യത്തിന് ഇവയൊക്കെയും ഭ്രമം തന്നെ
ധ്യാനയോഗവുമേവം ധരിക്ക വഴിപൂലേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.